വേനലവധിക്കാലം കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിലേക്ക് തിരിച്ചു പോവുകയാണല്ലോ. മഴക്കാലത്ത് ശാരീരിക ആരോഗ്യത്തിനോടൊപ്പം മാനസിക ആരോഗ്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും വീട്ടിലുണ്ടാക്കിയ ഭക്ഷണങ്ങൾ മാത്രമേ കുട്ടികൾക്ക് ലഞ്ചായിട്ടും സ്നാക്സായിട്ടും കൊടുത്തുവിടാൻ പാടുകയുള്ളൂ. പച്ചക്കറി, ഇലക്കറികൾ, സീസണലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ്, ഇതൊക്കെ വേണം നമ്മൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന രൂപേണ കുട്ടികൾക്ക് ലഞ്ചിലും സ്നാക്സിലും ഉൾപ്പെടുത്താൻ. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുട്ടികൾക്ക് കൊടുക്കാവുള്ളൂ. അതുപോലെ തന്നെ തുറന്നു വെച്ച ഭക്ഷണമോ തുറന്നു വെച്ച വെള്ളമോ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കരുത്. കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കാൻ കുട്ടികളോട് പറയണം. മഴയത്ത് ഇറങ്ങുന്ന സാഹചര്യത്തിൽ കുടയോ അല്ലെങ്കിൽ റെയിൻ കോട്ടോ ഉപയോഗിക്കാൻ കുട്ടികളോട് പറയുക. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കളിക്കരുത്. അതുപോലെ തന്നെ മഴ നനഞ്ഞ് ഈ ഒരു മഴക്കാലത്ത് വരുന്ന വൈറൽ പനികളോ അല്ലെങ്കിൽ ശ്വാസകോശ അസുഖങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ സ്കൂളിൽ വിടരുത്. നമ്മുടെ കുട്ടിയിൽ നിന്നും വേറൊരു കുട്ടിക്ക് അസുഖം വരാതിരിക്കാൻ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ വായും മൂക്കും അടച്ചു വെച്ച് തുമ്മാൻ കുട്ടീനെ പരിശീലിപ്പിക്കുക. ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വാക്സിനേഷൻസ് കുട്ടികൾക്ക് നമ്മൾ നൽകേണ്ടതാണ്. ഇനി ആദ്യ ദിനങ്ങളിൽ ചില കുട്ടികൾക്കെങ്കിലും ചെറിയ തരത്തിലുള്ള ഒരു പരിഭ്രാന്തിയോ അല്ലെങ്കിൽ ഒരു വിഷമമോ മടിയോ ഒക്കെ തോന്നാം സ്കൂളിൽ പോകാൻ. അങ്ങനെയുള്ള കുട്ടികളെ ശാസിക്കുകയോ വഴക്ക് പറയുകയോ ചെയ്യരുത്. വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു സ്റ്റാൻസിൽ വേണം നമ്മൾ കുട്ടികളെ സ്കൂളിൽ വിടാൻ. കുട്ടികൾക്ക് നർച്ചറിങ് സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഫാമിലി എൻവയോൺമെൻറ്റ് ഒരുക്കി കൊടുക്കുക. അപ്പോൾ ഇനി വരുന്ന ഒരു അധ്യയന വർഷം വളരെ ആരോഗ്യപൂർണ്ണമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ.